കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF വിട്ടില്ലെന്ന് പത്രസമ്മേളനം നടത്തിയിട്ടും ചില മാധ്യമങ്ങൾക്കത് വിശ്വാസമായില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല, തുടർഭരണമുണ്ടാകും. 100 സീറ്റിൽ വിജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ വിവാദങ്ങളുണ്ടാക്കി സർക്കാരിനെ കരുതേച്ച് കാണിച്ച് വിജയിക്കാമെന്ന മോഹമാണ് കോൺഗ്രസിനുള്ളത്. ശബരിമലയെ രാഷ്ട്രീയ ആയുധമാക്കിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറെയെങ്കിലും സീറ്റ് നേടിയതെന്നും CV വർഗീസ് കട്ടപ്പനയിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് LDF വിടുമോ എന്ന് സംബന്ധിച്ച പ്രിയപ്പെട്ടവരെ ആ വാദത്തിന് വേണ്ടി കൊണ്ടുവന്നെതിരാണ് ആ പാർട്ടിയുടെ നിലപാട് അവർ അസന്നിഗ്ധമായി പറഞ്ഞു. പങ്കെടുക്കാൻ കഴിയാത്ത കാര്യം ഇന്നതാണെന്നും അതനുസരിച്ച് സമരങ്ങളും നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് തൻ്റെ പാർട്ടിയുടെ MLA-മാരും നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ടെന്നും അതുപോലെ എണ്ണിയ നേതാക്കന്മാരുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞതിന് ശേഷമാണ് താൻ പോയതെന്ന് ജോസ് കെ മാണി പറയുമ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുമ്പോൾ അത് സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയുണ്ടായിരുന്നില്ല. അതിനെതിരായി യാതൊരുവിധ വികാരമില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റ് അനുകൂലമായി ഗവൺമെന്റ് തുടർഭരണത്തെ സംബന്ധിച്ചാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ടായിട്ടുള്ള പ്രാദേശികമായ വ്യത്യസ്തവും വൈവിധ്യമാർന്നിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടായ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിലേക്ക് വിജയിച്ചു വരാൻ വേണ്ടി കഴിയില്ല. അപ്പോഴൊരു പദ്ധതി ആവശ്യത്തിന് എന്താണ് 100 സീറ്റിൽ UDF നേടണം. നിലവിലുള്ള UDF ഭാഗത്ത് നേടാൻ കഴിയില്ല. അവർ 2 മുദ്രാവാക്യം അംഗീകരിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ കള്ളം പ്രചരിപ്പിക്കുക, കള്ളപ്രസ്താവന നടത്തുക, അങ്ങനെ കള്ളപ്രചരണത്തിന്റെ ഭാഗമായി പോവുക എന്ന നിലപാട് സ്വീകരിച്ചു. ആ കള്ളങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായപ്പോൾ ശബരിമലയെ പ്രധാനപ്പെട്ട ആയുധം ഉപയോഗപ്പെടുത്തി നമുക്കെതിരായി രാഷ്ട്രീയമായി കൊണ്ടുവന്നിട്ട് എവിടേക്ക് എത്തി? ഇപ്പോൾ കോൺഗ്രസ് ഓരോ മേഖലയിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ കേരളത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ടായ ഏതാനും പ്രദേശത്തുണ്ടായിട്ടുള്ള ഏതെങ്കിലും വിജയത്തെ ഉപയോഗപ്പെടുത്തി മതിമറന്ന കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിൽ വരാൻ വേണ്ടി കഴിയുമെന്ന് ശ്രമിക്കുക. നമ്മൾ കണ്ടല്ലോ, നരേന്ദ്രമോദി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കണ്ടാൽ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയായി ചമഞ്ഞൊരുങ്ങി നടക്കുന്നത് പോലെ